ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു KGF Make. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെയിരിക്കണം ബെല്ലൈക്കൺ എന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗായ്സ്, നമ്മൾ ഇതിനകത്ത് നമുക്ക് വലുതായിട്ട് പരിചയമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊരു ഐഡിയ ഒക്കെ ഉണ്ട്. എൻ്റെ കീപ്പ് ഇൻവെൻറ്ററി ഓണാക്കിയിട്ടേക്കും, അത് കാരണം ഞാൻ ആദ്യമായിട്ട് കളിക്കണം പറഞ്ഞാൽ കീപ്പ് ഇൻവെൻറ്ററി ഓണാക്കിയിട്ടേക്കുക. വയസ്സിൽ ഓടിയ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളിത് ആദ്യമായിട്ട് നമ്മളിതിൻ്റെ ന്യൂബാണ് ഗൈസ്. ചിലവരൊക്കെ സ്പീഡിൽ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് നമുക്ക് കാണാം, പക്ഷെ അതേപോലെ നമുക്ക് പറ്റില്ല. എന്താണ് എനിക്ക് കൺട്രോൾ കിട്ടും. ഞാൻ വുഡും പൊട്ടിച്ചെടുത്തു. ഇത് ഭയങ്കര ലാഗാണ്. നമ്മൾ വുഡ് ഉണ്ടാക്കിയെടുക്കും. ജംഗിൾ നമ്മളിത് വുഡാക്കിയെടുക്കും. ഇത് കഴിഞ്ഞ് 2, 6, 8, 12 സ്റ്റിക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഇതങ്ങ് വെച്ചിട്ട് വേഗം ഒരു ആക്സ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഈ ഷീപ്പിനെ അങ്ങ് വെട്ടി അങ്ങ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വൂള് വെച്ച് നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ഒരു വില്ലേജ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതാണ്. തുടക്കത്തിലൊക്കെ വില്ലേജ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഫോൺ തുടക്കത്തിൽ ഞാൻ കളിച്ചിട്ടുള്ളപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോഴാണ് അങ്ങനെ കിട്ടത്തുള്ളൂ, പക്ഷെ ഞാൻ കളിക്കാൻ നേരത്തെ കിട്ടാറുണ്ടായിരുന്നു. വേറെ ഷീപ്സിൽ ഈ തത്തേമേനെ എങ്ങനെയൊന്ന് പെറ്റാക്കണം. സീഡ്സ് അതെങ്ങനെ സീഡ്സ് ഗായ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ സീഡ്സ് കിട്ടുന്നു. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ വേഗം പോയി വേറെ ഷീപ്പിനെ കണ്ടുപിടിക്കാം. ഞാൻ ആദ്യം കണ്ടപ്പോൾ അത് വില്ലേജ് ആയിരുന്നു തോന്നുന്നു. ഒരു പിഗ് ഉണ്ട് ഗായ്സ്. പിഗിനെ വെട്ടണം, എണ്ണാൻ വെട്ടാം. ഓ ഗായ്സ്, that is the sheep. Oh my god, just miss. ഇപ്പോൾ വീണാണ് അവൻ്റെ ചവിടം ചത്തില്ല. യൂട്യൂബുകാരൊക്കെ പറഞ്ഞിരിക്കണം ഇപ്പോൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ കുറഞ്ഞു വരുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എന്നാലാണ് അടുത്ത പാട്ടിടാൻ എനിക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ആകെ ഇപ്പം 4 വുഡായി. ഈ കേവിൽ നമുക്ക് ഇറങ്ങണം ഗൈസ്. നമ്മളിപ്പം തന്നെ ഇറങ്ങും. വേഗം ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുക. ഇവിടെ കാണിക്കണമെന്നെങ്കിൽ ഇതുണ്ട്, നമുക്കിങ്ങനെ നേരെ ഉണ്ടാക്കിയാൽ മതി. പിന്നീട് ഇതന്നെ ഇത് പിന്നീട് നമുക്ക് നമ്മൾ ഇതൊക്കെ ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഇതിങ്ങോട്ട് എന്നിട്ട് നമ്മൾ നേരെ പോവുക. എന്നിട്ട് നീരൊക്കെ എടുത്ത് എന്നിട്ട് നമ്മളിവിടെ അയ്യോ ചത്തു, ജസ്റ്റ് മിസ്. അയ്യേ, ഞാൻ എന്നാ മണ്ടന. പൊട്ടത്തരം കാണിച്ച് ഇങ്ങോട്ട് കയറി ചെല്ലണം. മണ്ടയിലൊക്കെ ഒരു വഴി ഉണ്ടാക്കുന്നുണ്ട്, വന്ന വഴി. ഗായ്സ്, ഇനി അവിടെ നിന്ന് കറങ്ങി പോകണം. കറങ്ങി എനിക്കൊന്ന് മേളിലെത്തി മതി. ചെറുപ്പം
എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? അത് പോയോ? അതെ 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 അതെ. എൻ്റെ പൊന്നു, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഈ സാധനം കൊണ്ടുപോകും. പെട്ടെന്ന് പൊട്ടിച്ചെടുക്കുകയായിരുന്നു. നമ്മൾ നേരെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോകും. നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കാൻ മറന്നുപോയി. പിക്കാക്സ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു വഴി ഉണ്ടാക്കണം. ഇതിങ്ങനെ ഇതിങ്ങനെ പോയി ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇവിടെ പൊട്ടിച്ചേർന്നിട്ട് നമ്മൾ ഇവിടെ എത്തിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ല ക്രൗച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരണം. ക്രൗച്ച് ചെയ്ത് മാറി ചാടിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരെണ്ണമായിട്ട് വെക്കണം. നമ്മൾ ചാടിയിട്ട് എൻ്റെ വുഡ് തീർന്നു പോകും. ഇങ്ങനെ വെച്ച് താഴ്ചടി ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു വഴി എന്തായാലും വേണം. വീട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കൃത്യം എങ്ങനെ സാധിക്കും? ഇനി നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്ത് നമുക്ക് സ്റ്റോണേജ് ആക്കണം. സ്റ്റോൺ റെസിപ്പി. ആ സൗണ്ട് കേട്ടിനടുത്ത് ഞങ്ങൾക്ക് ക്രീപ്പർ പുറകെ ഒന്ന് പൊട്ടി. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലാഗ് അടിപ്പിക്കണ ഗെയിം. ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സക്സസ്ഫുൾ ആണെങ്കിലും കുറേ പാടാണ്. എന്നാലും ചുമ്മാ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല. നമ്മളിവിടെ ഒരിടത്തൊന്നും അനങ്ങില്ല എന്നുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ സ്റ്റോണേജേ ഇല്ലേ. അതുപോലെ ഇപ്പോൾ അയണേജിന്ന് ആയില്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പോകും. കാരണം നമുക്ക് ബോറടിക്കാം. അപ്പോൾ നമ്മൾ വലിയ ഡയമണ്ടിനൊക്കെ ഇറങ്ങും. അങ്ങനെ പോകണം. ആദ്യം വുഡ്, അത് കഴിഞ്ഞ് സ്റ്റോൺ, അത് കഴിഞ്ഞ് അയണ്ട് വരുമ്പോഴത്തേക്കും ആർമറാവും. അത് കഴിഞ്ഞ് ആർമറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ കയ്യിൽ സീഡ്സ് ഇല്ലേ നേരത്തെ കിട്ടിയ? ഉണ്ട്. ഇതെവിടെ നിന്ന് കിട്ടി? അതെന്ത്? ഗൈസ്, ഞാൻ കണ്ടത് ഇത് പിറ്റേ ഇവിടെ ഗൈസ് അത് പോയോ? സൗണ്ട് കേൾക്കണ്ടല്ലോ. ഇവിടെ അത് പോയി. ഇവിടെ അത് ടൈം ആയതായിരുന്നല്ലോ. നമ്മുടെ മേത്താണ് ഇരിക്കണേ. തന്നെ സൗണ്ട് സൗണ്ട്. അയ്യോ, എന്തോ സൗണ്ട്. അവർക്കിവിടെ വെച്ച് റീസ്പോൺ ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഈ സാധനത്തിൽ ഇവിടെ വെക്കട്ടെ. നമ്മൾ മേത്താണ് ഇവിടെ പോയി എവിടെ കാണാതിരുന്നത്. അതെവിടെ? ഇതാണ് ആർമർ. ഗൈസ്, ഇതെങ്ങനെ തന്നെ ഉണ്ടെന്ന് നടക്കണേ. പക്ഷെ നമുക്കിപ്പോൾ കിടന്നു തുടങ്ങണം. അതേ വന്നു. നമ്മൾ സ്റ്റോണേജിലേക്ക് കിടക്കുന്നു ഗൈസ്. ഓക്കെ,
ഇനി നമ്മൾ ഇതൊക്കെ നിലത്തേക്ക് വലിച്ചെറിയുക. ചുമ്മാറിനാണ് ഗൈസ്. ഈ മറ്റേ വുഡിൻ്റെ പിക്കാക്സ് എടുത്ത് വലിച്ചെറിഞ്ഞേക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റോണിലേക്ക് ഇടുന്ന പിന്നെ മറ്റേതൊന്നും വേണ്ട. പിന്നീട് നമ്മൾ ഫർണസ് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാക്കാമെന്ന് എന്നാണ് തോന്നുന്നത്. ഞാൻ വീഡിയോ കണ്ടായിരുന്നു ചൂടാക്കാൻ. അപ്പോൾ ഗൈസ് നമുക്ക് നാളെ കാണാം. നാളെ ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ.